വന്നെത്തിയിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിലെ സാ കമ്പ്യൂട്ടർ അക്കാദമിയിലാണ്. ഇന്ന് ഇവിടെ സാ കമ്പ്യൂട്ടർ അക്കാദമിയിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഒക്കെ ക്രിസ്മസിന്റെയും ന്യൂ ഇയറിന്റെയും ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പന്മാരൊക്കെ ഉണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളി, ഗംഭീരം, തകർക്കും. എങ്ങനെയുണ്ട്? അടിപൊളി. അപ്പോ ഗംഭീരമായിട്ടുള്ള ഒരു ആഘോഷമാണ് ക്രിസ്മസിന്റെയും ന്യൂ ഇയറിന്റെയും നമ്മുടെ സാ കമ്പ്യൂട്ടർ അക്കാദമിയിൽ. അതിന്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം. ഇപ്പോൾ ഇരിട്ടിയുടെ സ്വന്തം സാ കമ്പ്യൂട്ടർ അക്കാദമിയിൽ ക്രിസ്മസിന്റെ ന്യൂ ഇയറിന്റെ ആഘോഷങ്ങൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ടീച്ചർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയുണ്ട്? എല്ലാ വർഷവും ഗംഭീര ഒരു ആഘോഷമാണ് നമ്മൾ ഈ സാ അക്കാദമി സംഘടിപ്പിക്കുന്നത്. ഈ ഒരു വർഷം എങ്ങനെ? അടിപൊളിയായിട്ടാണ്. എല്ലാ വർഷത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് കുട്ടികളെല്ലാവരും കുറച്ചും കൂടി ഡെക്കറേഷനും കാര്യങ്ങളും പുൽക്കൂടൊക്കെ എല്ലാവരും കൂടെ റെഡിയാക്കിയിട്ടുണ്ട്. അടിപൊളിയായിട്ട് ആഘോഷിക്കുന്നു. ഇപ്പോൾ ടൗണുകളിലേക്ക് ഇറങ്ങുകയാണ്. ആൾക്കാർക്ക് പൊതുജനങ്ങൾക്ക് സ്വീറ്റ്സ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. പിന്നെ നമ്മളെ നല്ല പുൽക്കൂടും അതുപോലെ തന്നെ ഇവിടെയുള്ള അലങ്കാരങ്ങളൊക്കെ അടിപൊളി ഗംഭീരമാണ്. ഇത് എത്ര ദിവസത്തെ അധ്വാനാണ്? ഏകദേശം കുട്ടികളും അധ്യാപകരും കൂടെ ഒരാഴ്ചയായി ഇതിനു വേണ്ടിയിട്ട് അവർ രാത്രിയൊന്നും പകലൊന്നും ഇല്ല. അതായത് ലേറ്റ് ആയാലും കുഴപ്പമില്ല, എല്ലാം തീർത്തിട്ടേ പോവുള്ളൂ. പിന്നെ രാവിലെ വരും. അങ്ങനെ എല്ലാവരുടെയും ഒരു പൂർണ്ണ സഹകരണം. ഇവിടെ സാക്കിൻ്റെ എടുത്തു പറയേണ്ട പ്രത്യേകതയാണ് കോർഡിനേഷൻ എന്നുള്ളത്. അത് അധ്യാപകരായിക്കോട്ടെ വിദ്യാർത്ഥികളായിക്കോട്ടെ എല്ലാവരും നമുക്കൊരു മാതൃകയാണ് ഇവരുടെ കോർഡിനേഷൻ എന്ന് പറയുന്നത്. എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് ഈ ഒരു നല്ലൊരു ക്രിസ്മസിൽ? ട്രൂ മീഡിയ കേരള ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സാക്ക് അക്കാദമിയുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ. നല്ല വ്യത്യസ്തമായിരിക്കുന്ന കളർ കോഡില് ഏറ്റവും അതിനേക്കാൾ ഭംഗിയിൽ അലങ്കരിക്കപ്പെട്ട നമ്മുടെ സാക്കിലാണുള്ളത് അല്ലേ? നമുക്കറിയാം, ഞാൻ ഇന്നലെ നമ്മുടെ കൂത്തുപറമ്പിലെ ക്രിസ്മസ് ആഘോഷമായിരുന്നു ഇന്നലെ. അവിടെയും എനിക്ക് പറയാൻ തോന്നിയത് കാര്യം തന്നെയാണ് ഇവിടെയും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളോട്. ഈ കാണുന്ന ഏറ്റവും മനോഹരമായിരിക്കുന്ന ഈ ഡെക്കറേഷനും അതിനേക്കാൾ ഭംഗിയിൽ അതിനേക്കാൾ മധുരമുള്ള ഇനി നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്ന കേക്കുകൾക്കും ഒക്കെ ഒരിരട്ടി മധുരം ഉണ്ടാകുന്ന ഒരു നിമിഷമുണ്ട്. അതിനൊക്കെ ഒരു സ്പെഷ്യൽ ഫീലിംഗ് ഉണ്ടാകുന്ന ഒരു നിമിഷമുണ്ട്. അതെപ്പോഴാണെന്നറിയാം നിങ്ങൾക്ക്? ഈ കാണുന്ന ഡെക്കറേഷൻ കണ്ടില്ലല്ലേ? നല്ല ഭംഗിയുണ്ടാവും ഉണ്ടല്ലേ? നിങ്ങൾ ഓരോരുത്തരോടും നിങ്ങളുടെ സമയവും നിങ്ങളുടെ ആരോഗ്യവും എല്ലാം ഇതിലൂടെ മാറ്റി വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഭംഗിയുള്ള ഡെക്കറേഷനുകൾ ഉണ്ടായിരിക്കുന്നത് അല്ലെ? ഇനി നിങ്ങൾ മുറിക്കാൻ പോകുന്ന കേക്കിനുണ്ടാകുന്ന മധുരം ഞാൻ പറഞ്ഞു വരുന്നതാണ്. അതിന് ഇരട്ടി മധുരമായി മാറുന്ന ഒരു സംഗതി ഉണ്ട് അതില്. എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാല് അത് നമ്മുടെ മനസ്സുകൾ കൊണ്ട് മുറിക്കുമ്പോഴാണ്. അതില് നമ്മൾ ഇന്ന് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് ക്രിസ്മസ് ആഘോഷമാണല്ലേ? ക്രിസ്മസ് ആഘോഷമാണ്. തികച്ചും നമുക്ക് എല്ലാവർക്കും അറിയാം ക്രിസ്മസ് എന്ന് പറയുന്നത് പൂർണ്ണമായും ക്രിസ്തീയ മതം ആചരിക്കുന്ന അല്ലെ ക്രിസ്തീയ മത വിശ്വാസികൾക്കുള്ള ആഘോഷമാണ് നമുക്കറിയാം. എങ്കിലും ജാതി മത ഭേദമന്യേ നമ്മളെല്ലാം അത് ഏറ്റെടുത്തുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? നമ്മുടെയൊക്കെ മനസ്സിന്റെ വിശാലതയാണത്. കാരണം ക്രിസ്തു പറഞ്ഞതും മറ്റെല്ലാ പ്രവാചകരും പറഞ്ഞതും എല്ലാം മനുഷ്യനെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ്. ആ സ്നേഹമാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ഒരു മതവും മനുഷ്യനെ വെറുക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ അറിവിലുണ്ടോ? ഇല്ല. ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രശസ്തമായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമാണ്. ഒരു മതവും തന്നെ നമ്മൾ ഒരു മനുഷ്യനെയും വെറുക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല, എല്ലാം സ്നേഹിക്കാൻ വേണ്ടി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ദൈവത്തെ കാണാനുള്ള ഒരു ചാനലാണ് മതം എന്ന് പറയുന്നത്. ദൈവത്തെ കാണാനുള്ള ഒരു വഴിയാണ് മതം എന്ന് പറയുന്നത്. അതല്ലാതെ ദൈവത്തെ കാണാതിരിക്കാനുള്ള മതിൽക്കെട്ടുകളായി മാറാതിരിക്കുക നമ്മുടെ വിശ്വാസം എന്നുള്ളതാണ് എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ള സന്ദേശം.
നാം ദൈവത്തെ കാണേണ്ടത് അതിനു വേണ്ടിയിട്ടുള്ള ഒരു ചാനൽ മാത്രമാണ്. ഒന്നുകൂടി പറയാണ്, ദൈവത്തെ കാണാതിരിക്കാനുള്ള നമ്മുടെ മുന്നിലേക്ക് വന്നു ചേർന്നിട്ടുള്ള മതിൽക്കെട്ടുകളായി മാറാൻ പാടില്ല നമ്മുടെ വിശ്വാസം അല്ലെങ്കിൽ നമ്മുടെ മതം എന്ന് പറയുന്ന. ഓരോരുത്തരും സ്നേഹിക്കുക, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത് നിന്നെ പോലെ നിന്റെ അയൽവാസിയായിരിക്കുന്ന ക്രിസ്ത്യാനിയെയും സ്നേഹിക്കുക എന്നുള്ളതല്ല, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നാണ്. അയാൾക്ക് മതമുണ്ടായാലും മതമില്ലെങ്കിൽ പോലും ആ വിശ്വാസമാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. ആ തത്വങ്ങളാണ് നമ്മൾ പാലിക്കപ്പെടേണ്ടത്. ആ തത്വങ്ങൾ നമ്മൾ പാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ വിശ്വാസിയാകുന്നത്, നമ്മൾ യഥാർത്ഥ മനുഷ്യനായി മാറുന്നത്. തീർച്ചയായും എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ ഹൃദയംഗമായിരിക്കുന്ന ക്രിസ്മസ് ആശംസകൾ അർപ്പിക്കുന്നു. ഒപ്പം എനിക്ക് ഈ വർഷത്തെ പറയാതിരിക്കാൻ വയ്യ, ഈ വർഷം നിങ്ങൾ ചെയ്ത ഡെക്കറേഷൻ, ഇവിടുത്തെ വിദ്യാർത്ഥികളും ഇവിടുത്തെ അധ്യാപകരും അധ്യാപകരുടെ സുഹൃത്തുക്കളും ഒക്കെ ചേർന്ന് നടത്തിയിട്ടുള്ള ഈ ഏറ്റവും ഭംഗിയിലുള്ള ഡെക്കറേഷൻ എപ്പോൾ തുടങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ എപ്പോഴൊക്കെ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോഴൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെയുള്ള നിങ്ങളുടെ അലങ്കാര പണികൾ എന്ന് പറയുന്നത് അല്ലെ. ഞാൻ രാത്രി 8 മണിക്കോ 9 മണിക്കോ എന്തെങ്കിലും ആവശ്യത്തിന് ഇവിടെ കയറി വരുമ്പോഴും കാണും ആന്റണിയും കുറച്ച് ആൾക്കാരെയും ടെറസിലും മേലൊക്കെയായിട്ട് കാണാൻ സാധിക്കും. അതിരാവിലെ വന്നു കഴിഞ്ഞാലും കാണാൻ സാധിക്കും. ഉച്ചക്ക് വന്നാൽ ഇവിടുത്തെ ടീച്ചേഴ്സൊക്കെ കാണുന്നത് എവിടെയാ? ടെറസിലൊക്കെ ഇതിന്റെ പണിപ്പുരയിലാണ്. അതായത് ഇത്തരത്തിലുള്ള ഡെക്കറേഷൻസും പിന്നെ ഈ പുൽക്കൂടുകളും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അഹോരാത്രത്തിലുള്ള നിങ്ങളുടെ കഷ്ടപ്പാടിന്റെ ഒരു റിസൾട്ടാണെന്ന് അറിയാം. എനിക്ക് തോന്നുന്നു നമുക്ക് വേണ്ടി ഈ ഡെക്കറേറ്റ് ചെയ്ത ടീമിനാണ് നമുക്കൊരു നല്ല ഗൈഡ് കൊടുക്കുന്നത് അല്ലെ.